Hi everyone, welcome all. Let's learn how to use has to or have to for duties and obligations with Malayalam explanation. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സംസാരിക്കുക. നമ്മൾ എന്തെങ്കിലും നമുക്കൊരു ഡ്യൂട്ടി ചെയ്യാനുണ്ട്, എനിക്ക് അവിടെ പോകാനുണ്ട്, എനിക്കത് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു യൂസ് ചെയ്യുക. ഇന്ന് ഡേ 13 വീഡിയോ ആണ്. അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണണേ. കഴിഞ്ഞ വീഡിയോസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹാവ് ടു വെക്കുന്നത് ഐ യു വി ദേ പ്ലൂറലിൻ്റെ കൂടെയാണ് ഹാവ് ടു വെക്കുക. എന്നാൽ ഹാസ് ടു എപ്പോഴാണ് വെക്കുന്നത്? ഹി ഷീ ഇറ്റ് സിംഗുലറിൻ്റെ കൂടെയാണ് ഹാസ് ടു വെക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഡ്യൂട്ടി ചെയ്യാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് ഹാസ് ടു വെക്കുക. ഹാവ് ടു ഓക്കെ അല്ലേ? അവൾക്ക് എക്സാമിന് പഠിക്കേണ്ടതുണ്ട്, അവൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെ പറയാ? ഹാസ് ടു വെച്ചിട്ട് അല്ലെങ്കിൽ ഹാവ് ടു വെച്ചിട്ട്. അവൾ ഷീ ഹാസ് ടു സ്റ്റഡി ഫോർ ദ എക്സാം. ഹാസ് ടു നമ്മൾ സിംഗുലർ ഷീന്റെ കൂടെ ഹാസ് ടു എന്ന് വെക്കാം. ഹാസ് ടു കഴിഞ്ഞിട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോം വരണം. ഷീ ഹാസ് ടു സ്റ്റഡി ഫോർ ദ എക്സാം. അവൾക്ക് എക്സാമിന് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഷീ ഹാസ് ടു സ്റ്റഡി ഫോർ ദ എക്സാം. അവൾക്ക് എക്സാമിന് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടത്. നമ്മളൊരു ഡ്യൂട്ടി പറയുമ്പോൾ നമുക്ക് ഹാവ് ടു യൂസ് ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ, അവന് ബില്ലടയ്ക്കേണ്ടതുണ്ട്. ഹി ഹാസ് ടു പേ ദ ബിൽ. ഹി ഹാസ് ടു പേ ദ ബിൽ. അവന് ബില്ലടയ്ക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് യൂണിഫോം ധരിക്കേണ്ടതുണ്ട്. We have to wear uniform. We have to wear uniform. We എൻ്റെ കൂടെ നമ്മൾ ഹാവ് ടു ആണ് വയ്ക്കുക. വി പ്ലൂറലാണല്ലോ. We have to wear uniform. ഞങ്ങൾക്ക് യൂണിഫോം ധരിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഹാവ് ടു ഹാസ് ടുവിന് ശേഷം നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വെക്കുക. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. അതെങ്ങനെ പറയും? I have to go there. I have to go there. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഇനി ഇത് നമുക്ക് നെഗറ്റീവായിട്ടും പറയാം. നെഗറ്റീവ് ആക്കണമെങ്കിൽ പ്ലൂറലാണെങ്കിൽ ഡോണ്ട് വയ്ക്കാം, സിംഗുലർ ആണെങ്കിൽ ഡസന്റ് വയ്ക്കാം. നീ വരേണ്ടതില്ല. നീ വരേണ്ടതില്ല. അതെങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കി പറയാം? യു ഡോണ്ട് ഹാവ് ടു കം. യു ഡോണ്ട് ഹാവ് ടു കം. യുവിന്റെ കൂടെ ഡോണ്ട് ആണ് വയ്ക്കുക കേട്ടാ. യു ഡോണ്ട് ഹാവ് ടു കം. നീ വരേണ്ടതില്ല. അവൾക്ക് ഇന്ന് ജോലി ചെയ്യേണ്ടതില്ല. She doesn't have to work today. She doesn't have to work today. ഷീന്റെ കൂടെ doesn't, does ആണ് വരാ. She doesn't have to work today. അപ്പൊ നീ ഇന്ന് വരേണ്ടതില്ല എങ്ങനെയാണ് പഠിച്ചത്? You don't have to come. You don't have to come. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക, സംസാരിക്കുക. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാത്തവർ നന്നായിട്ട് കാണാം. ഓക്കെ, സോ പ്രാക്ടീസ് well. Thanks for watching.